പുതിയ അധ്യക്ഷനായി സ്ഥാനമേറ്റ ശേഷമുള്ള KPCCയുടെ ആദ്യ ഭാരവാഹി യോഗം ഇന്ന് നടക്കുന്നുണ്ട്. ഇന്ദിരാഭവനിൽ ചേരുന്ന യോഗത്തിൽ DCC അധ്യക്ഷന്മാരൊക്കെ പങ്കെടുക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാൽ ബിനിൽ ലീല സാബു ആണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ബിനിൽ, തദ്ദേശ തിരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ട എന്ന് പറയുമ്പോഴും മറ്റ് കാര്യങ്ങൾ, പാർട്ടിക്കുള്ളിൽ പൊട്ടലുകളും പുകച്ചിലുകളും ഒക്കെ നടക്കുന്ന ഒരു സമയമാണ്. ആ ഘട്ടത്തിലാണ് ആദ്യ യോഗം ചേരുന്നത്. സേതു, തീർച്ചയായിട്ടും സണ്ണി ജോസഫ് ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ട്, അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിട്ട് ആദ്യത്തെ യോഗമാണ്, ഭാരവാഹി യോഗമാണ് ഇന്ന് നടക്കുക. DCC പ്രസിഡന്റുമാരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായും അജണ്ട തദ്ദേശ തിരഞ്ഞെടുപ്പാണ്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ മുന്നോടിയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ്. അതിൽ വിജയിക്കുക എന്നത് കോൺഗ്രസ് സംബന്ധിച്ച്, പ്രത്യേകിച്ച് UDF സംബന്ധിച്ച് വലിയ വെല്ലുവിളി നടന്നതാണ്. അതായത് നിലവിൽ 2 തവണ പിണറായി സർക്കാർ അധികാരത്തിൽ ഏറ്റു. ശേഷം 3ാം പിണറായി സർക്കാർ വരുമെന്നാണ് വലിയ രീതിയിൽ പ്രചാരണം നടക്കുന്നത്. അതിനെ നേരിടുക എന്നുള്ളത് തന്നെയാണ് പുതിയ നേതൃത്വത്തിന്റെ മുന്നിലുള്ള കാര്യം. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ സണ്ണി ജോസഫ് പറഞ്ഞത് കൃത്യമായി തന്നെ അതിന് പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോകുമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് പ്രധാന അജണ്ടയെങ്കിൽ കൂടി പുനഃസംഘടനയും ഇതിൽ വരികയും ചെയ്യും. ജില്ലാ പ്രസിഡന്റുമാരെ മാറ്റുന്ന കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ 5 ജില്ലകളിൽ മാറ്റമുണ്ടാകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചന. പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ആളുകളെ മാറ്റേണ്ടതില്ല എന്നാണ് ഒരു വിഭാഗം നിലപാട്. പ്രത്യേകിച്ച് പുതിയ നേതൃത്വ നിലപാട് അതുതന്നെയാണ്. എറണാകുളം, അതോടൊപ്പം തന്നെ തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ അടക്കമുള്ള ജില്ലകളിലെ പ്രസിഡന്റുമാരെ മാറ്റേണ്ടതില്ല എന്ന ഒരു കാര്യം അത്തരം ചർച്ചയിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഒരു വിഭാഗം പറയുന്നത് മാറ്റുന്നെങ്കിൽ എല്ലാവരെയും മാറ്റി പുതിയ ആളുകൾ നേതൃത്വം ജില്ലകളിൽ പോലും വരണം എന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. ഇക്കാര്യം വിശദമായി ചർച്ച ചെയ്യും. മറ്റൊന്ന് ശശി തരൂരുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ശശി തരൂർ പാർട്ടിക്ക് ഒരു രീതിയിലും വഴങ്ങുന്നില്ല എന്നൊരു അഭിപ്രായം പാർട്ടിക്കുള്ളുണ്ട്. അത് വലിയ പ്രശ്നങ്ങളിലേക്കും നേരത്തെ തന്നെ വലിയ ചർച്ചകളിലേക്കും പോയതാണ്. UDF കൺവീനറായി വന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെ അതിൽ വലിയ വിമർശനവും ഉന്നയിച്ചതാണ്. കോൺഗ്രസ്സുകാരനാണ് തരൂർ. അതുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ പാർട്ടിക്കൊപ്പമാണ് അദ്ദേഹം നിൽക്കേണ്ടതെന്നാണ് പറയുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ വലിയൊരു ചർച്ച ഈ ഇന്നത്തെ ഭാരവാഹി യോഗത്തിൽ വരാനും ഇടയുണ്ട്. പ്രത്യേകിച്ച് മറ്റൊന്ന് സംസ്ഥാന സർക്കാരിൻ്റെ പ്രക്ഷോഭ പരിപാടികളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 2 തവണ പിണറായി സർക്കാർ വന്നു, 3ാം പിണറായി സർക്കാർ വരുമെന്ന ഒരു സൂചന, അല്ലെങ്കിൽ അത്തരം ഒരു പ്രചാരണമൊക്കെ ശക്തമായി നടക്കുകയാണ്. അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. പ്രത്യേകിച്ച് തരൂരടക്കമുള്ള ആളുകളുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ കല്ലുകടിയുണ്ട്. മാത്രമല്ല നേരത്തെ സുധാകരൻ വിമർശനവുമായി വന്നതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലൊക്കെ വരുന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ ചർച്ചയും തർക്കവും ഒക്കെ ഉണ്ടാകുന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളെ കാര്യമായി തന്നെ ബാധിക്കും. അതുകൊണ്ട് അത്തരം ചർച്ചകളിലേക്ക്, അല്ലെങ്കിൽ പരസ്യമായി അത്തരം കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നായിരുന്നു പുതിയ നേതൃത്വം എടുത്ത നിലപാട്. അതിൽ പ്രധാനപ്പെട്ടത് സംസ്ഥാന സർക്കാരിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുക എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ യോഗത്തിലും പ്രധാനമായും ചർച്ചയായി ഉയർന്നു വരാനുള്ളതാണ് സാധ്യത. കാരണം ഈ സർക്കാരിൻ്റെ 4ാം വാർഷികം കരിദിനമായിട്ടാണ് കോൺഗ്രസ് ആചരിച്ചത്. പ്രാദേശിക തലങ്ങളിൽ പോലും കരിദിനമായി ആചരിച്ചു. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരും നാളുകളിലും വലിയ പ്രക്ഷോഭ പരിപാടികൾ സർക്കാരിനെതിരെ സംഘടിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇത്തരം ചർച്ചകൾ കൂടി വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോൾ KPCCയുടെ മറ്റ് ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്നതാണ്. അത് KPCC വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, അതോടൊപ്പം തന്നെ സെക്രട്ടറിമാരുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് പിന്നീട് പോകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ യോഗത്തിൽ അത്തരം കാര്യങ്ങൾ ചർച്ചയാകില്ല സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും അതും അധികം വൈകാതെ നടക്കുമെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന സൂചന. സേതു, ശരി ബിനിൽ, പുതിയ അധ്യക്ഷൻ സ്ഥാനമേറ്റ ശേഷമുള്ള ആദ്യ യോഗം ഇന്ന് ചേരുകയാണ്. ഈ പറഞ്ഞ പോലെ തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെയാണ് പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നതെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയുന്ന പോലെ ശശി തരൂർ വിഷയം അടക്കം നിലനിൽക്കുന്നുണ്ട്. ഇവയിലൊക്കെ ചർച്ചകൾ വരുമോ, എന്തായിരിക്കും എന്നുള്ളത് നമുക്കിനി കാത്തിരുന്ന് കാണാം. തിരുവനന്തപുരത്ത് നിന്ന് ബിനിൽ ലീല സാബു ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്.